ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ കൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം 7 തുടരുന്നു. ഓതും മൊഴിയും ദൈവമാണ്. ഒരു സത്യദർശിക്ക് പ്രപഞ്ച രഹസ്യങ്ങൾ എത്രമാത്രം സ്പഷ്ടമായി കിട്ടുന്നു എന്നുള്ളതിന് തെളിവാണ് ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന ഭാഗം. ഗുരുദേവനെ പോലെയുള്ള ഒരു ബ്രഹ്മനിഷ്ഠൻ കാലം ദൈവമാണ്, ശബ്ദം ദൈവമാണ് എന്നൊക്കെ പറയുമ്പോൾ ഉദാസീനമായി തലകുലുക്കി മനസ്സിലായെന്ന് ഭാവിച്ചുകൊണ്ട് കടന്നു പോയതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകാനില്ല. അങ്ങനെ കടന്നു പോകരുതേ എന്ന് താക്കീത് നൽകാനായിട്ടാണ് അദ്ദേഹം അവിടവിടെ ആരായുകിൽ ഓർക്കുകിൽ എന്നും മറ്റുമുള്ള വാക്കുകൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആലോചിക്കുന്നവന് ശബ്ദം ദൈവമാണെന്ന് കാണാൻ കഴിയും. എന്താണ് ആലോചന? ജീവജാലങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ കിട്ടിയിട്ടുള്ള ദിവ്യമായ ഒരു ഉപാധിയായിട്ടാണ് ശബ്ദത്തെ സാധാരണ ധരിക്കാറുള്ളത്. ആശയം ഉണ്ടായിക്കഴിഞ്ഞിട്ടല്ലേ വിനിമയം? ശബ്ദമില്ലാതെ ആശയം ഉണ്ടാകുമോ? ശബ്ദമില്ലാതെ, ശബ്ദത്തിൻ്റെ അകമ്പടി കൂടാതെ ഈ ലോകത്ത് ഒരറിവും ഒരു അനുഭവവും ഉണ്ടാകുന്നില്ലെന്നാണ് സൂക്ഷ്മദൃക്കുകൾ കണ്ടെത്തിയിട്ടുള്ളത്. കാമക്രോധാദി വികാരങ്ങൾ, ദേഹത്തിനുണ്ടാകുന്ന വേദനകൾ, ഇവ പോലും ശബ്ദമാധ്യമത്തിൽ കൂടിയല്ലാതെ അനുഭവമണ്ഡലത്തിലേക്ക് പകരുകയില്ല. ഉള്ളിൽ സൂക്ഷ്മമായ ശബ്ദതരംഗം കൂടാതെ ആംഗ്യഭാഷ പോലും പ്രവർത്തിക്കുകയില്ല. പ്രസിദ്ധമായ ഒരു സംസ്കൃത ശ്ലോകം ഓർക്കുന്നത് നന്നായിരിക്കും. ഇതമന്തം തമകൃത്സനം ജായേത ഭുവനത്രയം യദി ശബ്ദാഹ്വയം ജ്യോതി ആ സംസാരം നാ ദിവ്യതേ. ശബ്ദമെന്ന ജ്യോതിസ് ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രകാശിക്കുന്നില്ലെന്ന് വന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ കൂരിരുട്ടിൽ ആണ്ടുപോകുമായിരുന്നു. ഇങ്ങനെ ലോകാനുഭവങ്ങൾക്ക് മുഴുവൻ ആശ്രയമായി വർത്തിക്കുന്ന ശബ്ദത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം പുറകോട്ട് പോയി അന്വേഷിച്ചു കണ്ടെത്താമെങ്കിൽ ജീവിതത്തിൻ്റെ പരമസത്യം അതോടെ തെളിയുന്നതാണ്. നാം ഇന്ന് ശബ്ദമെന്നറിയുന്നത് നാവുകൊണ്ട് ഉച്ചരിച്ചു പുറമേ കാതുകൊണ്ട് കേൾക്കുന്ന ശബ്ദത്തെ മാത്രമാണ്. വാസ്തവത്തിൽ ശബ്ദ പരിണാമത്തിൻ്റെ അന്തിമ ഘട്ടമാണ് ഇത്. ചിന്തിച്ച ശേഷമാണല്ലോ ശബ്ദം പുറമേ ഉച്ചരിക്കപ്പെടുന്നത്. ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും രൂപം കൊടുക്കുന്ന കാര്യത്തിലും സുപ്രധാന മാധ്യമം ശബ്ദമാണെന്ന് അറിയേണ്ടതാണ്. അപ്പോൾ നാവുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദങ്ങളുടെ പിന്നിൽ സങ്കല്പങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ട് ഉള്ളിൽ ഉച്ചരിക്കപ്പെടുന്ന ശബ്ദ സമൂഹത്തിൻ്റെ സൂക്ഷ്മ പരിണാമഘട്ടം കാണാൻ കഴിയും. ഇവിടെയും ശബ്ദം ഉച്ചരിക്കപ്പെടുന്നുണ്ട്, കേൾക്കപ്പെടുന്നുണ്ട്. പുറമേയുള്ള നാക്കല്ല ഉച്ചരിക്കുന്നത്, പുറമേയുള്ള കാതല്ല കേൾക്കുന്നത്. അന്ധഃകരണമെന്നറിയപ്പെടുന്ന സൂക്ഷ്മ ശരീരത്തിൽ പഞ്ചേന്ദ്രിയങ്ങളും മറ്റും സൂക്ഷ്മ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് തെളിയിക്കുന്ന അനുഭവമാണിത്. പുറമേ നാവുകൊണ്ട് ഉച്ചരിക്കുന്ന ശബ്ദത്തിനെ വൈഖരി എന്നും സൂക്ഷ്മ ശരീരത്തിൽ സങ്കല്പ രൂപത്തിൽ പൊന്തുന്ന ശബ്ദത്തിന് മധ്യമ എന്നുമാണ് പേരിട്ടിരിക്കുന്നത്. സങ്കല്പ പ്രവാഹത്തെ തടഞ്ഞു നിർത്തി മനസ്സിന് ഉറപ്പായ ഏകാഗ്രത നേടിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ അത്ഭുതകരമായ മറ്റൊരു ശബ്ദമണ്ഡലം അനാവൃതമാകും. ഏകാഗ്രതപ്പെട്ട്
സങ്കല്പങ്ങൾ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ആകാശതുല്യം വിളങ്ങുന്ന ഹൃദയത്തിൻ്റെ കേന്ദ്രമായി സ്ഥിതി ചെയ്യുന്ന ബുദ്ധിക്ക് നിരവധി അനാഹത നാദങ്ങൾ ശ്രുതി വിഷയമായി തീരുന്നു. ഏകാഗ്ര ബുദ്ധിക്ക് ഉള്ളിൽ വേണുവീണാദി മധുരനാദങ്ങളും ഓംകാരധ്വനിയും മുഴങ്ങുന്നത് കേട്ടാനന്ദിക്കാൻ കഴിയും. ഗുരുദേവൻ തൻ്റെ കൃതികളിൽ പലയിടങ്ങളിലും ഈ അനാഹത ധ്വനി മണ്ഡലത്തെ വിവരിച്ചിട്ടുണ്ട്. ജനനീ നവരത്ന മഞ്ജരിയിൽ നാദഭൂമി എന്ന പേര് പറഞ്ഞാണ് ഈ ശബ്ദപരിണാമഘട്ടത്തെ വിവരിച്ചിട്ടുള്ളത്. അനാഹത ധ്വനി മണ്ഡലത്തിൽ എത്തി നിൽക്കുന്ന ഏകാഗ്ര ബുദ്ധിക്ക് അവിടെ പകർന്നു കിടക്കുന്ന ആത്മപ്രകാശം കണ്ടറിഞ്ഞ് അനുഭവിക്കാനും കഴിയുന്നു. അതുകൊണ്ടാണ് ഗുരുദേവൻ ഗതിപെറും നാദഭൂമിയിൽ അമർനാഭി പടരും ചിന്നാഭി എന്ന് മധുരഗംഭീരമായി ഈ അനുഭവദശയെ ജനനീ നവരത്ന മഞ്ജരിയിൽ വാഴ്ത്തിയിരിക്കുന്നത്. ശാസ്ത്രകാരന്മാർ ഈ ശബ്ദപരിണാമഘട്ടത്തെ പശ്യന്തി എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. വസ്തുദർശന സമർത്ഥം എന്നാണ് പശ്യന്തി ശബ്ദത്തിന് അർത്ഥം. അനാഹത ധ്വനി മണ്ഡലവും കടന്ന് ബുദ്ധി അസ്പന്ദമാകുന്നതോടെ സ്വയം പ്രകാശമായ ആത്മവസ്തു സംശയാതീതമായി തെളിയും. അപ്പോൾ മുമ്പ് കണ്ടറിഞ്ഞ എല്ലാ ശബ്ദപരിണാമങ്ങളും സ്വയം പ്രകാശഘട്ടമായി വിളങ്ങുന്ന അദ്വൈയാത്മവസ്തുവിൽ നിന്നും പൊന്തി വന്നവയാണെന്നും തിരിച്ച് അതുമായി ചേർന്ന് ഏകീഭവിച്ചിരിക്കുകയാണെന്നും തെളിയും. ആത്മാവിൽ ഏകീഭവിക്കുന്ന ശബ്ദത്തെ ശാസ്ത്രം പര എന്ന് വിളിക്കുന്നു. ശക്തിയുടെ ഓരോ സ്പന്ദനവും സൂക്ഷ്മമായ ശബ്ദ തരംഗമാണ്. ആത്മസാക്ഷാത്കാരത്തോടെ അതിൽ ഏകീഭവിച്ചു മറയുന്ന ശക്തി സ്പന്ദന രൂപത്തിലുള്ള ശബ്ദ തരംഗങ്ങൾ ആത്മാവല്ലാതെ പിന്നെന്താണ്? ആത്മാവിൽ നിന്നുള്ള പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ തുടക്കം ശബ്ദരൂപത്തിലാണ്. അത്ഭുതകരമായ ഈ സത്യദർശനം അനുഭവ മാധുര്യത്തോട് ഗുരുദേവൻ പലയിടത്തും ചിത്രീകരിച്ചിട്ടുണ്ട്. ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാൾ അണയുമതിങ്കലശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. ധ്വനിമയമായി ആകാശം വിളങ്ങും. മറ്റു ദൃശ്യങ്ങളെല്ലാം അവിടെ അസ്തമിക്കും. അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു എന്ന ത്രിപുടി അവിടെ കൂടിച്ചേർന്നൊന്നാകും. ശബ്ദതരംഗങ്ങൾ അടങ്ങിക്കഴിയുമ്പോൾ സ്വയം പ്രകാശമായ ആത്മാവ് അനാവൃതമാകും. സമുദ്രത്തിൽ അലകൾ പോലെ അഖണ്ഡബോധ വസ്തുവിൽ പൊന്തുന്നവയാണ് ശബ്ദതരംഗങ്ങൾ. അതുകൊണ്ട് അവയൊക്കെ ആത്മാവിൻ്റെ ശക്തി പ്രകടനങ്ങൾ മാത്രമാണ്. ഇക്കാര്യം നേരിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടരും.